നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. മാഡം ഈ ഫയൽ നോക്കണേ. ഹലോ മാഡം. സ്റ്റാഫ്സ് എല്ലാവരും എത്തിയോ മുരുക? ആ എത്തി മാഡം. ആകാശ് സാർ മാത്രം വന്നിട്ടില്ല. ഓ ആണോ, ശരി. ഇപ്പൊ സമയം 9:55. 10 മണി കഴിഞ്ഞ് 1 മിനിറ്റ് ആയാലും അയാൾ ചെയറിൽ ഇരുത്തരുത്. ചെയറെടുത്ത് മാറ്റിക്കണം. ശരി മാഡം. താങ്ക്സ് കാക്കുത്തി. ശരിയാക്കു ചേട്ടാ. പെൺകുട്ടിയെ ഫോളോ ചെയ്യും. വണ്ടി അവളുടെ പിന്നാലെ തന്നെ വിടും. ഗുഡ് മോർണിംഗ് സാർ. ശരി ശരി. വേഗം വരൂ. സാരികൾ, പാവാടകൾ, നൈറ്റുകൾ, ബ്ലൗസ് പീസുകൾ എല്ലാം മിതമായ വിലയ്ക്ക്. കൂടാതെ സാരികൾക്ക് വമ്പിച്ച ഓഫർ. ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ. അമ്മമാരെ, ചേച്ചിമാരെ വേഗം വരൂ.
സാരികൾ പാവാടകൾ നൈറ്റുകൾ ബ്ലൗസ് പീസുകൾ എല്ലാം മിതമായ വിലയ്ക്ക്. കൂടാതെ സാരികൾക്ക് വമ്പിച്ച ഓഫർ. ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ. അമ്മമാരെ ചേച്ചിമാരെ വേഗം വരൂ. സാരികൾ പാവാടകൾ. മാഡം വിളിക്കുന്നുണ്ടല്ലോ. ആകാശ് സാറ് വന്നോന്ന് അറിയാനായിരിക്കും. സാറ് വന്നെന്നറിഞ്ഞാൽ മാഡം എന്തെങ്കിലും പറയും. ഹലോ മാഡം. ആകാശ് എത്തുന്നതിന് മുമ്പേ ചെയർ മാറ്റിയോ മുരുക? ഇല്ല മാഡം. ഇല്ലേ? അതെന്താ? 10 മണിക്ക് തന്നെ സാറ് ചെയറിൽ വന്നിരുന്നു. ചേച്ചി സാരി നോക്കുന്നോ? വേഗം വരൂ. സാരികൾ പാവാടകൾ ദിലീപ്, ഇവരൊക്കെ കച്ചവടം നടത്തുന്ന ഈ സ്ഥലം പഞ്ചായത്തിന്റെ ആണോ? അല്ല മാഡം, സാരികൾക്ക് ഇത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ സ്ഥലമാണ്. ഒന്ന് ഫ്രീ. ഓ, ചേച്ചിമാരെ വേഗം വരൂ. സാരികൾ പാവാടകൾ അപ്പൊ ഈ സ്ഥലം PWDയുടെ കീഴിലാണല്ലേ? അതെ മാഡം. മിതമായ വിലയ്ക്ക്. കൂടാതെ സാരികൾ ഇവർക്ക് ഇവിടെ കച്ചവടം ചെയ്യാൻ പെർമിഷൻ കൊടുത്തിട്ടുണ്ടോ? ഇല്ല മാഡം, പാവങ്ങളല്ലേന്ന് വിചാരിച്ച് കണ്ണടച്ചതാ. സാരികൾ ആര് കണ്ണടച്ചു? നൈറ്റുകൾ ബ്ലൗസ് പീസുകൾ എല്ലാം മിതമായ വിലയ്ക്ക്. കൂടാതെ അപ്പൊ ഈ കാണുന്ന ചെറുകിട കച്ചവടക്കാരെല്ലാം അനധികൃതമായിട്ട് വെച്ച് കെട്ടിയതാണ് ഇതൊക്കെ. അമ്മമാരെ അതെ ചേച്ചിമാരെ മാഡം. വേഗം വരൂ. സാരികൾ പാവാടകൾ ദിലീപേ, ബ്ലൗസ് പീസ് താൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ ആകാശിനെ വിളിച്ച് ഒരു ലോറിയും നമ്മുടെ കുറച്ച് സ്റ്റാഫിനെയും കൂട്ടി വരാൻ പറ. ശരി മാഡം. അമ്മമാരെ ചേച്ചിമാരെ വേഗം വരൂ. സാരികൾ പാവാടകൾ നൈറ്റുകൾ എന്റെ കച്ചവടം നടക്കില്ല, ഞാൻ അപ്പുറത്ത് പോട്ടെ. ഇവിടെ ആൾക്കാരെ ഇല്ലേ? ആകാശ് സാറേ, സാറിനോട് ഒരു ലോറിയും നമ്മുടെ കുറച്ച് ആൾക്കാരെയും കൂട്ടി ജവാൻകോട്ടയിലേക്ക് ചെല്ലാൻ ശ്രേയ മേഡം പറഞ്ഞു. ലോറിയോ ആളുകളോ? നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് വക സ്ഥലത്തെ കുറച്ചു പേര് പെർമിഷൻ ഇല്ലാതെ കച്ചവടം നടത്തുന്നുണ്ട്. അവർക്കെതിരെ ആക്ഷൻ എടുക്കാനാ. ശ്രേയ മേഡം അവിടെ ഉണ്ട്. പോലീസിൽ ഇൻഫോം ചെയ്ത് പ്രൊട്ടക്ഷൻ വേണേ ആവശ്യപ്പെടാം സാർ. സാർ എന്താ ആലോചിക്കുന്നേ? പെട്ടെന്ന് വേണം. ശ്രേയ മേഡം അവിടെ വെയിറ്റിംഗിലാ. ദേ, ഇത് നന്നായിട്ട് ചെയ്യും ചേച്ചി. നോക്കേ, കണ്ട ഞാൻ പറഞ്ഞില്ലേ, ഇത് കൊള്ളാം. നല്ലതാ, നല്ല തുണിയാ. ദേ അതേ കളറിൽ വേറെ ഉണ്ട്. ഈ ബ്ലൗസ് മാച്ച് ആവാതെ വേണ്ടേ? വേറെ ഏതാ മോളെ? ചേച്ചി ഇതും കൊള്ളാം. കണ്ട, ഇത് നോക്കുന്ന വേണ്ടേ? ദേ ഇത് കൊള്ളാം ചേച്ചി. ആ ചാരുവിന്റെ ഭർത്താവിന് ഗവൺമെന്റ് ജോലി ഉള്ളതല്ലേ? പിന്നെ നീ എന്തിനാ ഈ കച്ചവടം ചെയ്യുന്നേ? ഭർത്താവ് പറഞ്ഞിട്ടാണോ? അല്ല ചേച്ചി, കച്ചവടത്തിനൊന്നും പോണ്ടെന്നാ ഹസ്ബൻഡ് പറഞ്ഞേ. പിന്നെ ഞാൻ വീട്ടിൽ വെറുതെ ഇരിക്കണ്ടെന്ന് കരുതി ഇറങ്ങിയതാ. സമയവും പോയി കിട്ടും. ഓ, പിന്നെ ചെറുതായിട്ട് എന്തെങ്കിലും സ്വന്തമായിട്ട് സമ്പാദിക്കുകയും ചെയ്യാമല്ലോ. മാക്സി നോക്കുന്നോ? ആ കാണിച്ചേ. നല്ല തുണിയാ.